ഹലോ എല്ലാവർക്കും ഷാനീഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു പുതിയ വ്ളോഗുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. രാവിലെ എണീറ്റ് ഇങ്ങനെ മുറിയിലിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്നിങ്ങനെ ഇരുന്ന് ശേഷം മുടിയും കാര്യങ്ങളൊക്കെ പിന്നിട്ടിട്ട് വാവ നല്ല ഉറക്കമാട്ടോ. ഇനി നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോകണം. വാവ എണീക്കുന്നതിന് മുമ്പ് അടുക്കളയിലേക്ക് ചെന്നാലേ കുറച്ച് പണികളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വാവ എണീറ്റ് വന്നാലും കുഴപ്പമില്ല കേട്ടോ. ഈ ചോറും കറിയൊക്കെ വെക്കുന്ന സമയത്ത് കയറി വന്നു കഴിഞ്ഞാൽ ചൂട് കാര്യങ്ങളല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ കുറച്ച് ഇപ്പം തന്നെ എണീക്കും, എന്നാലും ചോറൊന്ന് അടുപ്പത്തേക്ക് ഇട്ട് കറിയുടെ കാര്യങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ടാണ് വന്നേക്കണമെങ്കിൽ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും ചമ്മന്തിയും കേട്ടോ. അപ്പം ഞാൻ ചമ്മന്തിക്കുള്ള തേങ്ങയും കാര്യങ്ങളും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചാട്ടോ. പക്ഷേ തേങ്ങ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. അതിങ്ങനെ തിരുമ്മി തിരുമ്മി ഒന്ന് കട്ടയൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. സാമ്പാർ വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ എപ്പോഴും നമ്മളിവിടെ പച്ചക്കറി കിറ്റ് വാങ്ങാറുണ്ട്. അപ്പോൾ മിക്കവാറും സാമ്പാറും അവിയലും വെക്കാറുമുണ്ട്. സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ അതിൽ പകുതി പച്ചക്കറിയും കളയലാണ് പതിവ്. അവിയലാവുമ്പോൾ എല്ലാവരും കഴിക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ വെച്ച് വെറുതെ പച്ചക്കറിയൊന്നും കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ച് ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ച്. എന്താണെന്ന് വെച്ചാൽ തേങ്ങയും ചിരണ്ടിയത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ ചമ്മന്തി ആകുമ്പോൾ വേഗം പണി അങ്ങ് കഴിയുമല്ലോ. തേങ്ങ ഇനി ചിരണ്ടാൻ നടക്കണ്ടല്ലോ. അപ്പോൾ തേങ്ങയൊക്കെ മിക്സിയിലാക്കി മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഒരു ഉലുവ ഇട്ട് കൊടുത്തു, ഇച്ചിരി ജീരകം ഇട്ട് കൊടുത്തു. ഇനി കൊച്ചുള്ളിയും കൂടി അരക്കണേക്കകത്ത് ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊച്ചുള്ളിയുടെ തൊലി പൊളിച്ചെടുക്കുവാണേ. കൊച്ചുള്ളിയൊക്കെ ഉണ്ടല്ലോ എല്ലാ കറിയിലും ഇട്ടാലും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഞാൻ എല്ലാ കറിയിലും സവോളയാട്ടോ ഇടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുള്ളി അരിയാൻ തന്നെ എനിക്ക് മടിയാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ പൊളിച്ചെടുക്കണമല്ലോ, അത് തന്നെ ഒരു ചടങ്ങാണ്. പിന്നെ കണ്ണിൽ നിന്ന് വെള്ളവും വരും. അതും അപേക്ഷിച്ച് സവോള തന്നെയാണ് നല്ലത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ സവോളയാണ് എടുക്കാറ്. പിന്നെ ഇപ്പോൾ ചമ്മന്തിക്കല്ലേ കുറച്ച് ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ കൊച്ചുള്ളി എടുത്തേക്കുന്നത്. കൊച്ചുള്ളി നമ്മളിവിടെ മേടിക്കാറേ ഇല്ല കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അമ്മേൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയ സമയത്ത് അവിടെ നിന്ന് അമ്മ തന്നു വിട്ടതാട്ടോ. അപ്പോൾ ഞാനതിങ്ങ് എടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നതുകൊണ്ട് ഞാനിത് കറിക്കകത്ത് ഇടുക കേട്ടോ. അപ്പോൾ കൊച്ചുള്ളിയൊക്കെ തൊലി പൊളിച്ചു നല്ലപോലെ കഴുകിയിട്ട് കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 തിള വരുമ്പോഴേക്കും നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ വേപ്പില ഇടാനായിട്ട് മറന്നുപോയതല്ല, വേപ്പില ഇരിപ്പില്ല കേട്ടോ. ഞാൻ എപ്പോഴും കടയിൽ ചെല്ലുമ്പോൾ വേപ്പില വാങ്ങാറുണ്ട്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും ഞാൻ വാങ്ങിച്ച് വെക്കാറുണ്ട് കേട്ടോ, നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോകുന്ന കൂട്ടത്തിൽ. പക്ഷേ ഇന്നിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് വേപ്പില, ഇനി നമുക്ക് വാങ്ങണം. അപ്പോൾ ചമ്മന്തിയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് ദോശയും കൂടി ചുട്ടെടുക്കാം കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ ദോശേൻ്റെ മാവ് അരച്ചത് ഒട്ടും തന്നെ റെഡി ആയിട്ടില്ല കേട്ടോ. പക്ഷേ ഞാനിത് 3 ദിവസത്തേക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദോശയും കാര്യങ്ങളൊക്കെ ചുട്ട് എങ്ങനെയെങ്കിലും കഴിച്ചെടുക്കണം. പിന്നെ അപ്പത്തിൻ്റെ മാവും കഴിഞ്ഞ പ്രാവശ്യം അരച്ച് റെഡി ആയിട്ടുണ്ടായില്ല കേട്ടോ. ഇത് രണ്ടും ഒട്ടും അരക്കാൻ അറിയാൻ പാടില്ലാത്ത സമയത്ത് ഞാൻ ആദ്യമായിട്ട് അപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് പിറ്റേ ദിവസം അപ്പം ആക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദോശയും ആദ്യമായിട്ട് അരച്ച് പിറ്റേ ദിവസം ദോശയും ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ ചുട്ടപ്പോൾ അതും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അരക്കാൻ പഠിച്ചപ്പോഴേക്കും ഇതൊന്ന് അരച്ച് വരുമ്പോൾ ഒട്ടും തന്നെ ശരിയാവുന്നില്ല. എന്താണെന്നറിയില്ല, ഇപ്പോൾ 2 പ്രാവശ്യം അരച്ചിട്ട് ഇങ്ങനെ തന്നെ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ എന്തായാലും അരച്ച് വെച്ചേക്കുവാണല്ലോ, ഇതെന്തായാലും തീർക്കാതെ ഇരിക്കാനും പറ്റത്തില്ല, കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുട്ടു, നമ്മുടെ ചമ്മന്തിയൊക്കെ ആയി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും ചായയൊക്കെ അങ്ങ് കൊടുക്കുക കേട്ടോ. രാവിലെ തന്നെ ചൂടോടെ ദോശ ചുട്ട് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മാവ് കുളമായാലും കുഴപ്പമില്ല കേട്ടോ, ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ദോശ മരം പോലെ ആവുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ അരച്ചത് ശരിയാവാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കിളിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചുമന്ന കളറിലെ. അപ്പോൾ നമ്മളത് വെട്ടി തേച്ച് കഴുകി ഇനി വരയും കൂടി ഇട്ട് ഒന്നും കൂടി കഴുകിയിട്ട് നമ്മൾ പുരട്ടി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും കേട്ടോ. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തേക്കല്ല കേട്ടോ, രാത്രിത്തേക്ക് എടുക്കാനാട്ടോ. ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ വറുത്തങ്ങ് ചോറ് കഴിക്കാം. പിന്നെ ബീട്രൂട്ട് മെഴുക്ക് വരട്ടി ഉച്ചത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 കിലോ ബീട്രൂട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് തീരുന്ന വരെ ഞാൻ തോരനും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങ് പോകും. ഇല്ലെങ്കിൽ പിന്നെ ബീട്രൂട്ട് എടുക്കാതിരുന്നാൽ പിന്നെ അതവിടെ ഇരുന്ന് ചീത്തയായി പോകും കേട്ടോ.
അതുകൊണ്ട്. അപ്പോൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു. കാര്യങ്ങൾ മടക്കാനുള്ള തുണികളാട്ടോ, അതും കൂടി ഒന്ന് മടക്കി വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചുകൊണ്ട് കുറച്ചേരം ഇരുന്ന് ഒരു 2-3 റീൽസും കൂടി കണ്ടിട്ട് ഈ തുണി മടക്കി വെച്ചിട്ട് വാവനെ കുളിപ്പിക്കാം. നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ചിട്ട് വൈകുന്നേരമായപ്പോൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കും, പക്ഷേ ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ നല്ല മഴയായിരിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഉണ്ട്, വെയിലും കാര്യങ്ങളൊന്നും തീരെ ഇല്ല. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ മഴയാണെന്ന് തോന്നുന്നു. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് നമ്മൾ പപ്സ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പപ്സ് കഴിച്ചു, വാവക്ക് സമൂസ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. വാവ ആ സമൂസ മുഴുവൻ കഴിച്ചിട്ടോ. വാവക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേറെ എവിടെയും പോകാനുണ്ടായില്ല. നേരെ നമ്മൾ വീട്ടിലേക്ക് ചെന്നു കേട്ടോ. വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി നമ്മൾ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. കുറേ ദിവസമായി മുളക് ബജീൻ്റെ മുളക് മേടിച്ച് വെച്ചിട്ട് ഇതുവരെ മുളക് ബജി ആക്കാനുള്ള സമയം കിട്ടിയിട്ടേ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും മുളക് ബജി ആക്കാമെന്ന് വിചാരിച്ചു. മുളകൊക്കെ നമ്മൾ കഴുകി വെള്ളം തോരാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലെ വെള്ളവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മളിത് രണ്ടായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് മുളക് ബജി ആക്കാനായിട്ട് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതുപോലെ തന്നെ യൂട്യൂബിലുള്ള വീഡിയോവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ആക്കുന്നത്. അതിനിടയിൽ കൂടി വാവ വരുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ നോക്കാൻ വരും കേട്ടോ. എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും കടന്ന് കിട്ടുമ്പോഴായിരിക്കും എടുത്ത് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മുളക് ബജീൻ്റെ മാവും കാര്യങ്ങളും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിലെന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലമാവ്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ. ഇങ്ങനെ ബോൾ കട്ടയായിട്ട് കിടപ്പുണ്ടാവും, അതൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കണം. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, കാണുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ലൂസായിട്ടുള്ള രീതിക്കും കുറച്ച് ടൈറ്റായിട്ടുള്ള രീതിക്കും വേണം മാവ് ആക്കിയെടുക്കാൻ കേട്ടോ. മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തിന് ഞാൻ നാളത്തേക്കുള്ള ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ. ഇത് ഇനി തീരണ വരെ ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ബീട്രൂട്ട്. അപ്പോൾ മാവ് ഇനി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞല്ലോ. ഇനി നമുക്കിത് പൊരിക്കാനായിട്ട് ഇടാവേ. മുളകിലേക്ക് നന്നായിട്ട് മാവ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവേ. ഇത് വറുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് മുളക് ബജീൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ആ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മാവ് കലക്കിയത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ആക്കുമല്ലോ, അപ്പോൾ എത്ര അളവിൽ വേണം എന്നൊന്നും അറിയത്തില്ലല്ലോ. എന്തായാലും കൊള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. താങ്ക്